വരാം. ഹൈ ആണ് ശ്രീത് എന്ന് പണിക്കർ കൂടി സിറ്റുവേഷൻ ചേരുകയാണ്. ശ്രീത് പണിക്കർ, താങ്കളും ഈ രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പിന്നെ ഈ SIR ആണ് പോളിംഗ് ശതമാനം കൂടാൻ കാരണമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വോട്ടർ പട്ടിക അത്രത്തോളം ശുദ്ധീകരിച്ചതാണ്. പക്ഷേ ഇതിൽ വോട്ടർമാരുടെ എണ്ണം, വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് വോട്ടർമാരുടെ ആകെ എണ്ണത്തിൽ പുതിയ വോട്ടർ പട്ടികയിൽ കുറവ് സംഭവിച്ചെങ്കിലും കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പുതിയ കണക്ക് വരുമ്പോൾ അത് അതിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ആവേശം പ്രകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ സംസ്ഥാനത്ത്. അപ്പോൾ അത് മാറ്റത്തിനുള്ളതാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. തീർച്ചയായിട്ടും. മഞ്ജുഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. മഞ്ജുഷ്, നമുക്കിവിടെ SIR നടത്തി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 8-9 ലക്ഷം വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. പക്ഷേ 5-6 ലക്ഷം വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ SIR പ്രക്രിയ പൂർത്തിയാകുന്ന സമയത്ത് ടോട്ടലായിട്ടുള്ളത് ഏതാണ്ട് 3 ലക്ഷം വോട്ടുകളുടെ ഒരു കുറവാണ്. അപ്പൊ അത് കൃത്യമാണ്. 2,74,000 നിന്ന് 2,71,000 കുറഞ്ഞു 2021 അപ്പോൾ 3 ലക്ഷത്തിന്റെ കുറവ്. 3 ലക്ഷം. അപ്പൊ അതുകൊണ്ട് അതൊരു മണ്ഡലത്തിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അസ്യൂമിങ് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2,000 ചില്ലറ വോട്ട് മാത്രമാണ്. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ പെർസെൻറ്റേജ് പറയുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു ജനറൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം നാച്ചുറലി കരുതുക തീർച്ചയായിട്ടും അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ്. അല്ലാതെ ഭരണവികാരത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ് എന്നാണ്. അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മാത്രം പ്രത്യേകതയല്ല, അവിടേക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സെനാരിയോ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമല്ല. മറിച്ച് കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സാധാരണ ഒരു പോളിംഗ് ശതമാനം കുറവുള്ള ജില്ലകളിൽ പോലും അതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഹയർ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടുന്ന ഒരു താല്പര്യമാണത് പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള മതിയായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് UDFന് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏർലി സിഗ്നൽസ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ബൂത്ത് തലത്തിൽ തന്നെ എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറെക്കുറെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫലം അറിയാൻ കഴിയുകയുള്ളൂ. കെയർടേക്കർ ഗവൺമെൻറ്റാണ്, പുതിയ നയപ്രഖ്യാപനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സമയം സാധാരണ അടുത്ത 3 ആഴ്ചകൾ സാധാരണ നമ്മുടെ നാട്ടിലെ പാർട്ടികളെല്ലാം തന്നെ ചെലവിടുന്നത് അവർക്ക് റിയലിസ്റ്റിക്കലി എന്ത് കിട്ടിയിട്ടുണ്ട്, എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഞാൻ സത്യത്തിൽ ഉറ്റുനോക്കുന്നത് CPM നേതാക്കളുടെ പ്രതികരണമാണ്. കാരണം ബൂത്ത് തലത്തിൽ തന്നെ ഏറെക്കുറെ കൃത്യമായിട്ട് അവർക്ക് എത്രത്തോളം വോട്ടുകൾ കിട്ടും എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ജയസാധ്യത, ടൈറ്റ് ഫൈറ്റ് എവിടെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകും. പിന്നീട് നോക്കിക്കോളൂ, ഗോവിന്ദമാഷ് അടക്കമുള്ള എല്ലാ ആൾക്കാരുടെയും പ്രതികരണം വരുന്നത് അതുമായി അലൈൻഡ് ആയിരിക്കും. ഇനി അനാവശ്യമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് കൊണ്ടോ അനാവശ്യമായിട്ടൊരു നിരാശ കാണിച്ചത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഫലമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുവരെ നമുക്ക് 100 സീറ്റ് കിട്ടും, 110 സീറ്റ് കിട്ടും എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഉറ്റുനോക്കുന്നത് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രതികരണങ്ങളാണ്. ഒപ്പം പല മണ്ഡലങ്ങളിലും നമുക്ക് അറിയാമല്ലോ, ഈ ഒരു സമയമെന്ന് പറയുന്നത് ഇനി കാലുവാരലിനെ പറ്റിയും ഇന്നയാൾ എന്നെ ചതിച്ചു, മറ്റേയാൾ എനിക്ക് വോട്ട് ചെയ്തില്ല, ഇന്ന സ്ഥലത്ത് എൻ്റെ പ്രവർത്തകർ വർക്ക് ചെയ്തില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഈ ചെളിവാരിയറൊക്കെ ഇനി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഹയർ വോട്ടിംഗ് പെർസെൻറ്റേജ് ആരെയാണ് സഹായിച്ചിട്ടുള്ളത് എന്ന് പാർട്ടികൾ വിലയിരുത്തുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുന്ന ഒരു സാമാന്യ ഊഹം എന്ന് പറയുന്നത് അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. കാരണം ഭരണവികാരം എന്ന് പറയത്തക്ക രീതിയിലത്തേക്കുള്ള ഒരു കാര്യവും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട പോയിന്റുകളെക്കാൾ കൂടുതൽ ഇവിടെ ജാതീയമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള വിഷയങ്ങളും ഡീലുകളും ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ആൾക്കാർ ഇത്രത്തോളം താല്പര്യത്തോടു കൂടി ഈ ചൂടത്ത് വന്നു നിന്ന് വോട്ട് ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിനൊരു കമ്പൽഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ 2021 വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് ബന്ധപ്പെട്ട ഇതേപോലെയുള്ള ചില അസംഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ഭരണത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പ്രളയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന, അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ടർ ഗവൺമെൻറ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പിക്ചറൊക്കെ തന്നെ അവിടെ പെയിൻറ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് കിറ്റ് കിട്ടി, അപ്പോൾ അവർക്കതൊരു വലിയ സഹായമായി, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്.
അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അത് UDF ഒരുപക്ഷെ ഈ സമയത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലത്തേക്കുള്ള പോളിംഗ് ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്ന സമയത്ത് BJPക്ക് കൂടി സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും അവർക്കും പ്രതീക്ഷ വയ്ക്കാനായിട്ടുള്ള ഒരു കാര്യം അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ നേരത്തെ ശ്രീ സിബി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം 50-ൽ പല മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും നേരത്തെ രണ്ടാമത് വന്നുകൊണ്ട് LDF അപ്പൊ അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും നേരത്തെ UDF ആണ് രണ്ടാമത് വന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJP UDFനെ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നയാളും ഒന്നാമത് നിൽക്കുന്ന LDFും തമ്മിൽ സൈസബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഈ ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, പിണറായി വിജയനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, പക്ഷെ അത് MLA-മാർക്കെതിരെ ഇല്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരംഗം എന്നുള്ളത് ചിന്തിക്കണം. ഇപ്പൊ ഈ ഹയർ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൃത്യമായിട്ട് അവർ തീരുമാനമെടുത്തിട്ട് UDF-നോടൊപ്പം നിൽക്കാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം കൺസോളിഡേഷൻ അവിടെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അത് ഈ MLA-മാരുടെ പെർഫോമൻസ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വോട്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ MLA നല്ലതാണല്ലോ എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന രീതിയിലല്ല നോർമലി കൺസോളിഡേഷൻ വർക്ക് ചെയ്തത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ ചിലപ്പോൾ വർക്ക് ചെയ്യാം. ഇപ്പോൾ BJPയെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തെക്ക് വേണമെങ്കിൽ നമ്മൾ CPM-ന് വോട്ട് ചെയ്യാം, വടക്ക് നമ്മൾ UDF-ന് വോട്ട് ചെയ്യും എന്ന രീതിയിൽ ചിന്തിക്കുന്നത് പോലെയല്ല. ജനറലി ആൾക്കാർക്ക് ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമാണ് എങ്കിൽ അത് അവരെ പരാജയപ്പെടുത്താനായിട്ടുള്ള ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാകും. അപ്പൊ അതുകൊണ്ട് BJPക്ക് സാധ്യതയില്ലാത്ത മറ്റു മണ്ഡലങ്ങളിലെല്ലാം അങ്ങനെയുള്ള ഒരു വലിയ ഭൂരിപക്ഷം നിശ്ചയമായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ UDF-നെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രെൻഡിൽ നിന്ന്. മഞ്ജുഷ്, ശരി. ശ്രീ ഡോക്ടർ G. ഗോപകുമാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.